എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഞാൻ ജയ്മോൻ പഴങ്ങനാട്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ ഫാമിംഗ് എപ്പിസോഡിൻ്റെ ഏറ്റവും ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഫാമേഴ്സ് എല്ലാവരും അവരുടെ കിച്ചണിലേക്ക് വേണ്ട സംഭവങ്ങൾ അവരുടെ ഗാർഡനിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ അടുക്കളത്തോട്ടം പോലെ അവർ എല്ലാ സാധനങ്ങളും അവിടെ നിന്നായിരിക്കും സ്വരൂപിക്കുന്നത്. അപ്പോൾ ഞാൻ അവരുടെ ഗാർഡനിലാണ് 3 മാസം മുമ്പ് ഓൾറെഡി പ്ലാൻ ചെയ്തതാണ്. അതെല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ പൊട്ടറ്റോ, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ സ്ഥലത്താണ്. നമുക്കൊരു കട ഒന്ന് പറിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. കുറച്ചുകൂടി കഴിയണം, ഒരു 2 വീക്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടുതലുണ്ടാവും. പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ഗ്രൂപ്പായിട്ടുള്ള കടയാണ് പറിച്ചത്. ഇത് ശരിക്കും അങ്ങ് ആയി വരുന്നേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ അടിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ക്യാമറ നടത്തേക്ക് കൊണ്ടുവരാവോ? ഇത് കണ്ട, ഇത് നല്ല മണ്ണുള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ തൂമ്പ വെച്ച് കളച്ചെടുക്കണം. ഇത് ഇഷ്ടം പോലെ ഇതിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. വലിയ കിഴങ്ങൊക്കെ ഇതിൻ്റെ അടിയിലുണ്ട്. വാവ്, സൂപ്പർ. ഇതാ വരുന്നു വലുത്. ഞാനിപ്പോൾ കൈകൊണ്ട് ചെയ്യാണ്, പക്ഷെ കുറച്ചുകൂടി സ്പ്രെഡായിട്ട് പോയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് തൂമ്പയൊക്കെ വെച്ചിട്ട് വീണ്ടും നമുക്ക് ചെയ്യാം. നല്ല ഭംഗിയായിട്ട് നല്ല വലിയ സൈസുള്ള ഇതാണ്. ഇതിൻ്റെ ചെറിയ ഇതായിട്ട് വരുന്നതൊക്കെ കുറച്ചുകൂടി മൂക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. നമുക്ക് ക്യാരറ്റ് ഒരെണ്ണം പറിച്ചു നോക്കാം. ഇതും പറഞ്ഞ പോലെ നമുക്കിനി സമയമെടുക്കും. ഒരു 2 to 3 വീക്സ് കഴിയുമ്പോഴാണ് കറക്റ്റ് സൈസ് ആവുള്ളൂ. നമുക്കൊരു നല്ലത് നോക്കി ഒന്ന് പറിച്ചു നോക്കിയാലോ. വാവ്, ഇത് നല്ല സൈസായിട്ടുണ്ട്. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട, നല്ല ഫ്രഷ്, നല്ല ഓർഗാനിക് സാധനമാണ്. ഇത് നമ്മുടെ സബോളയാണ്. റെഡ് അല്ല, ഇവരുടെ ഫേവറേറ്റ് ശരിക്കും പറഞ്ഞാൽ വൈറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് വൈറ്റ് സബോളകളാണ്. ഞാനത് ഒരെണ്ണെടുത്ത് നോക്കാം നമുക്ക്. ഇത് കുറച്ചുകൂടി വലുതാവും. ഇത് ഇനി ഒരാഴ്ച കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി വലുതാവും. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ ഭാഗം തൊട്ട് ഇവിടം വരെ നമുക്കത് കഴിക്കാവുന്നതാണെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. ഇവിടം വരെ നമുക്ക് കഴിക്കാൻ എഡിബിളാണിത്. ഇത് നല്ല സൂപ്പറാണ്, നല്ല ഓർഗാനിക്കാണ്. നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. ഇതൊരു വെറൈറ്റി സാധനമാണ്, കോൾറബി എന്ന് പറയും. അപ്പോൾ അതൊരു വെറൈറ്റി സാധനം. ഞാൻ പറിച്ച് തന്നെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ആണ് ഉള്ളത്. നല്ല ഒരു തണ്ടിലാണ് നിൽക്കുന്നത്. ഇത് കട്ട് ചെയ്തിട്ട് പീസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട്. പക്ഷേ ഇത് പീൽ ചെയ്ത് കഴിഞ്ഞ് നമുക്കത് വെജിറ്റബിളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് കോൾറബി. നമുക്ക് ഗൂഗിൾ ചെയ്താൽ ഇതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇത് ഇവരുടെ ഗാർഡനിലെ ഒരു പ്രത്യേക സാധനമാണ്. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് നല്ല തണ്ടോടുകൂടിയാണ് ഉണ്ടായിരിക്കണേ. കഴിക്കേണ്ട വിധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പീൽ ചെയ്തതിൻ്റെ ഉള്ളിലത്തെ സാധനം എടുത്ത് ജസ്റ്റ് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്തിട്ട് ചെറിയ സോഫ്റ്റായി കഴിയുമ്പോഴേക്കും ബട്ടറും പിന്നെ കുറച്ച് ഉപ്പൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാൻ, അത് കോൺ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണെന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്, കോൾറബി.
ഇത് എന്താണെന്ന് മനസ്സിലായ? ഇതാണ് നമ്മുടെ ബീട്രൂട്ട്. നമുക്ക് ഒരു കുറച്ച് ചെറുതൊക്കെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ എല്ലാം കൂടി നല്ല സൂപ്പറായിട്ട് കിട്ടും. പക്ഷെ ഒന്നിനും നമുക്ക് പറിച്ചു നോക്കാം. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി ബിഗ്ഗർ ആവും. ഇത് റെഡ് ബീട്രൂട്ടാണ്. പക്ഷേ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു വൈറ്റ് ലെയറൊക്കെ ഉള്ള ഒരു വെറൈറ്റി സാധനമാണത്. ഇതിൻ്റെ സാധാരണഗതിയിൽ ഇലയും ഇതെല്ലാം ഒരുമിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഒരു കറിക്ക് വേണ്ടി നമുക്ക് ഇവിടുന്ന് പറിക്കാം. ഇത് നമ്മുടെ ഗ്രീൻ പീസാണ്. നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ പീസ് കറി തരാൻ പറയില്ലേ, ആ സാധനമാണ്. നല്ല ഫ്രഷാണിത്. നമുക്ക് ഇതിങ്ങനെ ഓൾറെഡി ഇച്ചിരി വീർത്തൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതായത് അതിൻ്റെ പാകമായി എന്നാണ് എൻ്റെ അർത്ഥം. നമുക്കൊരു വലുത് നോക്കി കട്ട് ചെയ്ത് നോക്കാം. ഇഷ്ടം പോലെ ഉണ്ടായിട്ട് കിടക്കുന്നുണ്ട്, നല്ല ഓർഗാനിക്കായിട്ട്. ദിസ് ഈസ് ദ വൺ. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇത് പച്ചക്ക് കഴിച്ചാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ രണ്ടെണ്ണം പച്ചക്ക് കഴിക്കും, കാരണം ഓർഗാനിക് ആണല്ലോ. എൻ്റെ കയ്യിൽ ഇച്ചിരി മണ്ണൊക്കെ ഉണ്ട്. മണ്ണൊന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണേ. ഇതൊക്കെയാണ് ഒരു സുഖം. നമ്മുടെ ഗാർഡനൊക്കെ ആയിക്കഴിയുമ്പോൾ ഇങ്ങനെ പച്ചക്കറിയൊക്കെ വെച്ച് അതൊക്കെ ഫ്രഷ് ഓർഗാനിക് ആയിട്ടുള്ള കഴിക്കുക, അതൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്, വേറെ ലെവല്. കണ്ട കൊതിയാവണ പോലത്തെ ഗ്രീൻ പീസുകൾ. നമ്മുടെ വളരെ ഫേമസ് ആയ സ്പിനാച്ചാണ്, നമ്മുടെ ചീര. അതായത് സൂപ്പർ സ്റ്റോറിലും എല്ലായിടത്തും അവൈലബിളായിട്ടുള്ള സംഭവമാണ്. ഇഷ്ടംപോലെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഓർഗാനിക്കാണ്. അപ്പോൾ ഒന്ന് ഊതിക്കളഞ്ഞ് ആ പൊടിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം %100% ഓർഗാനിക്. ഇതൊക്കെ എവിടെ കിട്ടും നമുക്ക്? ഇത് നല്ലൊരു ടൂളാട്ടോ പുല്ല് കളയാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ സാധാരണ പുല്ലുമാന്തി അല്ലെങ്കിൽ പ്ലക്കർ പോലത്തെ സാധനങ്ങളൊക്കെ കണ്ടേക്കണത്. പക്ഷേ ഇത് നല്ല കൺവീനിയൻ്റ് ആയിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. നോക്കിക്കോ, അത് എങ്ങനെയാണത് എൻ്റെ സംഭവം. അടി വേരോടുകൂടി ചേർന്ന് പോന്നുള്ളത്. റൂട്ടോടുകൂടില്ല, കട്ട് ചെയ്ത് ചെറിയ ബ്ലേഡ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് പോകുന്നുള്ളൂ. അതായത് സോഫ്റ്റ് പുല്ലുകളൊക്കെ റിമൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സംഭവം. ഇത് കംപ്ലീറ്റ് റാസ്ബെറിയുടെ ഗാർഡനാണ്. അതായത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു 2 വീക്സിനുള്ളിൽ ഇത് കണ്ടത് അത് ബഡായിട്ട് നിൽക്കുവാണല്ല. റാസ്ബെറി ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇവിടെ. ഇത് ഓൾമോസ്റ്റ് ആയി വരുന്നതാണ്. ഇത് റെഡ്. ഇത് ഒരെണ്ണം പറിച്ചു നോക്കാം. ഇത് ഫ്രീസ് ചെയ്തൊക്കെ അവർ സൂക്ഷിക്കുന്നതാണ് സാധാരണ കേട്ടോ. ഇച്ചിരി പുളിയുണ്ട്, കുറച്ചുകൂടി പഴുക്കാനുണ്ട്. ഇതെല്ലാം അതാണ്. ഇത് ലെറ്റസ് ആണ്. ഇത് അടിപൊളി വെജിറ്റബിൾ ആണ്. ഇത് സാലഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. കുറച്ചുകൂടി ഗ്രോ ചെയ്യാനുണ്ട്. ഇനി ഇത് നമ്മുടെ കെയിലും ഇതേപോലെ തന്നെ കുറച്ചുകൂടി ഗ്രോ ചെയ്യാനുണ്ട്. നല്ല ലീവ്സാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ സാധാരണ കെയിലും മുട്ടയും മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല ഉലത്തി കഴിക്കുവാണെങ്കിൽ ബെസ്റ്റ് ടേസ്റ്റാണ്. ഇത് നമ്മുടെ സെലറിയുടെ ഇതിൻ്റെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബൾബും കഴിക്കാമെന്നാണ് പറയണത്. ഇതിൻ്റെ ബൾബുണ്ട് അവിടെ, അതും കഴിക്കാം. പിന്നെ ലീവ്സും കഴിക്കാം. ഇത് നമ്മുടെ ക്യാബേജാണ്. വേറെ വെറൈറ്റിയാണ്. നമ്മൾ സാധാരണ മാർക്കറ്റിൽ കാണുന്നതല്ല, ഡിഫറെൻ്റ് ആണ്. ഇത് നമ്മുടെ റെഡ് ബീട്രൂട്ടാണ്. നേരത്തെ കണ്ടത് അതിലൊരു വൈറ്റ് ലെയർ അതിൻ്റെ അകത്ത് വരും. പക്ഷേ ഇത് 100% റെഡാണ്. നമുക്ക് ഒരെണ്ണം കുറച്ച് നോക്കാം. ഓൾമോസ്റ്റ് റെഡി ആവുന്നേ ഉള്ളൂ. ചെറുതാണ്, കുറച്ചുകൂടി ഇനി വലുതാവാനുണ്ട്. നമ്മൾ വന്ന സമയം ഇച്ചിരി ദൂരം കൂടുതലായതുകൊണ്ട് ഇപ്പോഴാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇത് ഇലയും എല്ലാം ഒരുമിച്ച് കഴിക്കാവുന്നതാണ്.
ഇതൊരു വെറൈറ്റി സാധനമാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിൻ്റെ പേര് റെഡ് കറണ്ട് എന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ജെല്ലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയണേ. അപ്പോൾ നമുക്ക് എന്താ സംഭവം, നല്ല മുന്തിരിക്കോല പോലെ കിടക്കുന്ന സാധനമാണ് ഇത്. കഴിച്ചു നോക്കാം, ഇതിങ്ങനെ കഴിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൂടുതലും അവർ ഉപയോഗിക്കുന്നത് ജെല്ലിയൊക്കെ ഉണ്ടാക്കാനായിട്ടാണ്. ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, ചെറിയ പുളിയുണ്ട്, അതങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പറയണേ. അതുകൊണ്ട് ഇതിൽ ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് ജെല്ലിയൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രിസർവ് ചെയ്ത് വെക്കും. വെറൈറ്റി സാധനമാണ് ഇത്. നമ്മുടെ അസ്പരാഗസ് ആണ്, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ്. മാർക്കറ്റിലൊക്കെ ഭയങ്കര വിലയാണ് ഇതിന്. പക്ഷെ ഇത് ഓൾറെഡി ഗ്രോണപ്പ് ആയതാ കേട്ടോ. നമ്മൾ താഴെ നിന്ന് വരുന്ന ചെറിയ മുളകളാണ് ശരിക്കും അത് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കണേ. നമുക്ക് നോക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ. നമുക്കൊരു 3-4 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഗ്രോണപ്പ് ആയതാണ്. അപ്പോൾ ഇതാണ് ശരിക്കും അതിൻ്റെ കഴിക്കേണ്ട പാട്ട്. ഇത് പച്ചക്ക് തന്നെ കഴിക്കാം, ഓർഗാനിക്കാണ്, എങ്ങും കിട്ടൂല. അതുകൊണ്ട് വീട്ടിലൊക്കെ അതേപോലെ ബാക്ക് യാർഡിൽ ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഞാൻ 3 മാസം മുമ്പ് നട്ട സംഭവമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ചോളം. അപ്പോൾ അത് ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ വീട്ടിലേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണൊന്ന് പറിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണ്. നമ്മൾ നട്ട് കഴിഞ്ഞ് വരിക എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ശരിക്കും ഈ വൈറ്റ് കളർ മാറി ഈ കളർ ആവുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പച്ചക്കും കഴിക്കുക. ഇത് പച്ചക്കും കഴിച്ച് നോക്കാം അല്ലേ, ടേസ്റ്റ് എങ്ങനെയെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഇതിനെ സ്വീറ്റ് കോൺ എന്ന് പറയണതെന്ന് ഇപ്പോഴും മനസ്സിലായത്. നല്ല സ്വീറ്റാണ്. അപ്പോൾ പച്ചക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓവനിലൊക്കെ വെച്ചൊന്ന് വേവിച്ച് ബട്ടറും നാരങ്ങയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ ബെസ്റ്റ് സാധനം. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇത് കുക്കുംബറാണ്. അപ്പോൾ ഇത് ആയി വരുന്നേ ഉള്ളൂ. നമുക്കിവിടെ കാണാം ചെറുതായിട്ട് മുട്ടൊക്കെ ഇട്ട് വരുന്നത്. ഇത് നല്ല ലെങ്തിയിൽ നമ്മളെ ഫാമിലൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് വളരെ നല്ല സ്ട്രോങ് ആയിട്ടും വലുതായിട്ടുണ്ടാകുന്ന സംഭവമാണ്. ഇതാണ് നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ മുന്തിരിയാണിത്. നിങ്ങൾക്ക് അതിശയം വരും. പക്ഷെ ചെറിയ മുന്തിരിയാണ്, പക്ഷെ ഭയങ്കര സ്വീറ്റ് ആയിരിക്കും. ഇതിൻ്റെ അടിയിലൊക്കെ നോക്കി 1 മാസം കൂടി കഴിയണം ഇതിൻ്റെ റെഡി ആവാനായിട്ട്. ഇഷ്ടംപോലെ ഉണ്ടായി കിടക്കുന്നുണ്ട് മുകളിൽ. 1 മാസം കൂടി കഴിഞ്ഞ് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ വന്ന് വീണ്ടും ഇതൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മുന്തിരി എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ല പന്തലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ ചാണകവും അതുപോലെ തന്നെ മാനുവറും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഓർഗാനിക് ആയിട്ടുള്ള സാധനം ഇട്ടുകൊണ്ടാണ് ഇത്ര നല്ല. നമ്മുടെ ബാക്ക് യാർഡിലൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര രീതിയിൽ വളരെ പന്തലിച്ചൊന്നും വരുന്നില്ല. ചെറിയ തോതിൽ വന്ന് ചെറിയ ഇതൊക്കെ ആവുന്ന രീതിയാണ്. പക്ഷേ ഇത് നല്ല ആർത്ത് പിടിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഓർഗാനിക് ട്രീറ്റ്മെൻറ്റ് ഗുണം തന്നെയാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഒത്തിരി കാന്താരി മുളകോ മറ്റേ കൊല്ലമുളകോ അങ്ങനെയൊന്നുമില്ല നമുക്ക്. ഇവിടെ കൂടുതലും ഗ്രീൻ പെപ്പറാണ്, നമ്മുടെ ക്യാപ്സിക്കം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടൊക്കെ ഇരിപ്പുണ്ട്. നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട്. നമുക്ക് ഒരെണ്ണം പറിച്ചു നോക്കാം. അടിയിൽ ഒരെണ്ണം നല്ല ഭാഗമായിട്ടിരിപ്പുണ്ട്. ഇത് ഏകദേശം മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, പല കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ചൈനീസ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ആണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് പച്ചക്കും കഴിക്കാം, ഓർഗാനിക്കാണ്. അതുകൊണ്ട് ഒരു എരിവുമില്ല, ഒരു കുഴപ്പമില്ല. നല്ല ഭംഗിയായിട്ട് സാലഡിൻ്റെ കൂട്ടത്തിലൊക്കെ പച്ചക്ക് കഴിക്കാവുന്നതാണ്. അടിപൊളി ഓർഗാനിക്
ഗ്രീൻ പെപ്പർ. ഇത് ബ്രോക്കോളി റെഡിയായി വരുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഒരു 3 വീക്സിനുള്ളിലെല്ലാം റെഡിയാവും. നമ്മുടെ സലാഡിനൊക്കെ ഒത്തിരി റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ബ്രോക്കോളി. ഇത് നമ്മുടെ മിൻ്റാണ്. നല്ല ചട്നി പിന്നെ അതേപോലെ തന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പുതിന ഇല നല്ല വയറിന് നല്ലതാണ്. വളരെ നല്ല ഓർഗാനിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്യാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനെല്ലാം ട്രൈ ചെയ്യുന്നതാണ്. കുഴപ്പമില്ല, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ഫലം വിളവെടുപ്പൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നില്ല. നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം, ഇതേപോലെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ മാക്സിമം എല്ലാവരും കാണുന്നവരൊക്കെ നാട്ടിലും നമ്മുടെ ബാക്ക് യാർഡിലും എവിടെയായിരുന്നാലും കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ല ഫുഡ്, നല്ല ഓർഗാനിക് ഫുഡ് കഴിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. അപ്പോൾ അടുത്ത വളരെ എക്സൈറ്റിങ്ങും ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഒരു വണക്കം.